അതായത് ഈ FAP എന്ന് പറഞ്ഞ സിൻഡ്രോത്തിന് 100% സാധ്യതയാണ് കുടലിന് ക്യാൻസർ ഉണ്ടാകാനുള്ളത്. അങ്ങനെയുള്ളവർക്ക് കുടൽ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുക. അതുപോലെ HNPCC ലിഞ്ച് സിൻഡ്രോം എന്ന് പറയുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡയറ്റ് ആണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു വില്ലൻ തോന്നുന്നു കോളൻ ക്യാൻസർ ഉണ്ടാകുന്നത്. പൊറോട്ടയും ബീഫും എല്ലാ ദിവസവും സ്റ്റേപ്പിൾ ഫുഡ് ആക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ഒരു പ്രായമുള്ള വ്യക്തിയിൽ രക്തക്കുറവ് കാണുമ്പോൾ നമ്മൾ കുടലിലെ ക്യാൻസർ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്, അത് ശ്രദ്ധിക്കേണ്ടതുമാണ്. 4ാമത്തെ സ്റ്റേജിലുള്ള കോളൻ ക്യാൻസറിൽ എവിടെയാണ് അഖിലേ വരുന്നത് കൂടുതലായിട്ട്? 4ാമത്തെ സ്റ്റേജിലുള്ള കുടൽ ക്യാൻസർ നമ്മൾ ട്രഡീഷണലി പറയുമ്പോൾ അത് ഇൻക്യൂറബിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് കുടൽ സംബന്ധമായിട്ടുള്ള അല്ലെ കോളൻ ക്യാൻസർ കൂടി വരുന്നു എന്ന് തോന്നുന്നു അല്ലെ. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? പ്രധാനമായിട്ട് നമ്മുടെ ആഹാര സ്വഭാവങ്ങളിലുള്ള വ്യത്യാസമാണ് കാണുന്നത്. കാരണം പ്രോസസ്ഡ് ഫുഡിന്റെ ഉപയോഗം കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണും. എസ്പെഷ്യലി ഈ പ്രോസസ്ഡ് ഫ്ലോർ, മൈദ, അതുപോലെ ഷുഗർ, പ്രോസസ്ഡ് ഷുഗർ, ഇതൊക്കെ കണ്ടന്റ് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ കുടലിന്റെ സ്വാഭാവികമായിട്ടുള്ള അനക്കത്തില് വ്യതിയാനമുണ്ട്, അല്ലെങ്കിൽ മലത്തിന്റെ കണ്ടന്റിലുള്ള വ്യതിയാനം വരും. അത് കാരണം ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള ധാതുക്കള് കുടലുമായിട്ടുള്ള സമ്പർക്കം കൂടുകയാണ്. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ ആണ് ഇതിൽ വരാൻ പോകുന്ന ഒരു മെയിൻ കോസ്. അതുപോലെ തന്നെ കെമിക്കൽ കണ്ടാമിനൻസ് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കൊക്കെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡയറ്റ് ആണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു വില്ലൻ തോന്നുന്നു കോളൻ ക്യാൻസർ ഉണ്ടാകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു നമ്മുടെ ജീവിത രീതിയും ഭക്ഷണ രീതിയൊക്കെ വെച്ച് ഒബിസിറ്റി, അമിതവണ്ണവും കോളൻ ക്യാൻസർ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം തന്നെയാണ്. അമിതവണ്ണം കാരണമുള്ള ഇൻഫ്ലമേഷൻ ശരീരത്തിൽ, അത് ഏത് കോളൻ ക്യാൻസറിന് മാത്രമല്ല മിക്കവാറും ക്യാൻസറുകളെല്ലാം കൂടാനായിട്ടുള്ള ഒരു കാരണം ഒബിസിറ്റിയും അമിതവണ്ണവും നമ്മുടെ ഭക്ഷണ രീതിയും ഒക്കെ നമുക്ക് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് പറയാൻ തോന്നുന്നു. അതുപോലെ റെഡ് മീറ്റിന്റെ അമിതമായ കൺസംഷനും ഒരു റിസ്ക് ഫാക്ടറാണ്. അത് വല്ലപ്പോഴും കഴിക്കുന്നതല്ല, നമ്മൾ സ്ഥിരമായും കണ്ടിന്യൂസ് ആയിട്ടും റെഡ് മീറ്റ് കഴിക്കുക, അതുപോലെ മലയാളിയുടെ ഏറ്റവും ഫേവറേറ്റ് ഭക്ഷണമായ പൊറോട്ട അമിതമായിട്ട് കഴിക്കുന്നതൊക്കെ റിസ്ക് ഫാക്ടർ ആയിട്ട് കാണുന്നുണ്ട്. പൊറോട്ടയും ബീഫും എല്ലാ ദിവസവും സ്റ്റേപ്പിൾ ഫുഡ് ആക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് വല്ലപ്പോഴും പൊറോട്ടയും ബീഫും നമ്മൾ കഴിക്കുന്ന പോലെ കഴിക്കാം, പക്ഷെ എപ്പോഴും അത് കഴിക്കരുത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു കാര്യം. അപ്പം എനിക്ക് തോന്നുന്നു വളർന്നു വരുന്ന ജനറേഷന്റെ ആ ഒരു ഫുഡ് സ്റ്റൈലിലുള്ള ഒരു വ്യത്യാസം, ജങ്ക് ഫുഡൊക്കെ കുറയ്ക്കുന്നത് തന്നെയാണ് അതിലെല്ലാം കാരണം. പ്രൊട്ടക്റ്റീവ് ഫാക്ടർ ആയിരിക്കും. അപ്പൊ അതൊക്കെയാണ്. പിന്നെ ജനിതകമായിട്ടുള്ള കാരണം, ജനിതകമായിട്ടുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ ലിഞ്ച് സിൻഡ്രോമും അല്ലെങ്കിൽ FAP സിൻഡ്രോമും, അതെല്ലാം ഒരു കുടുംബത്തില് ഒരു 3 ജനറേഷനിൽ കൂടുതൽ ആൾക്കാർക്ക് കുടലിന്റെയോ അല്ലെങ്കിൽ ഗർഭാശയത്തിന്റെയോ ക്യാൻസർ ഉണ്ടാകുക, അല്ലെങ്കിൽ ആമാശയത്തിന്റെ ക്യാൻസർ ഉണ്ടാകുക, ഇതൊക്കെ എന്തോ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാകുന്നുള്ള ഒരു ലക്ഷണങ്ങളാണ്. അങ്ങനെയുള്ളവരിലാണെങ്കിൽ നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് നോക്കാൻ റെക്കമെൻഡഡ് ആണ്. അപ്പൊ അതൊരു നമുക്ക് കുടലിന് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നും, അതുപോലെ നമ്മുടെ ജീവിത രീതിയിൽ ക്രമീകരണം ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ സ്ക്രീനിങ്ങിന്റെ ഉദ്ദേശമുണ്ടോ എന്നൊക്കെ ഈ ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുന്നതാണ്. സ്ക്രീനിങ്ങിനെ കുറിച്ച് മാഡത്തിന് എന്താണ് അഭിപ്രായം? എനിക്ക് തോന്നുന്നു നമുക്ക് ജനറലി ഒരു നോർമൽ റിസ്ക്, ഒരു ആവറേജ് റിസ്ക് ഉള്ള ഒരു നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷനിലുള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് റൂട്ടീൻ ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ഒന്നും നമ്മൾ കുടൽ ക്യാൻസറിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീനിങ് പറയുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ 10 വർഷത്തിൽ ഒരിക്കലും ഒരു കൊളോണോസ്കോപ്പി ചെയ്യുന്നത്, പ്രായമാവും തോറും കുടലിലെ ക്യാൻസർ, ബാക്കിയുള്ള ക്യാൻസർ കൂടുന്നത് പോലെ കുടലിലെ ക്യാൻസറും കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് 10 വർഷത്തിൽ ഒരിക്കലും ഒരു കൊളോണോസ്കോപ്പി സ്ക്രീനിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നു. പക്ഷെ അത് നമ്മൾ റൂട്ടീൻലി റെക്കമെൻഡ് ചെയ്യാറില്ല. ഈ അഖിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജനറ്റിക്കലി പ്രിഡിസ്പോസ്ഡ് ആയിട്ടുള്ള ജനറ്റിക് ചേഞ്ചസ് കാരണം അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാരണം ക്യാൻസർ റിസ്ക്, കോളൻ ക്യാൻസർ റിസ്ക് കൂടിയിട്ടുള്ളവർക്ക് റുട്ടീൻ ആയിട്ടുള്ള സ്ക്രീനിങ് പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. അപ്പം അത് കറക്റ്റ് നമ്മൾ പീരിയോഡിക്കലി അവർ റെക്കമെൻഡ് ഓരോ ക്യാൻസർ സിൻഡ്രോംസിനും അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്ക്രീനിങ് പ്രൊസീജിയേഴ്സ് പോലെ നമ്മൾ റൂട്ടീൻ ആയിട്ട് കൊളോണോസ്കോപ്പി ചെയ്യുക. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ക്യാൻസർ വരാനായിട്ട് റിസ്ക് കൂടി ഫാമിലിയിൽ റൺ ചെയ്യുന്നവർക്ക് റിസ്ക് റിഡക്ഷൻ സർജറീസ് പറയുന്നുണ്ട്. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അതായത് ഈ FAP എന്ന് പറഞ്ഞ സിൻഡ്രോത്തിന് 100% സാധ്യതയാണ് കുടലിന് ക്യാൻസർ ഉണ്ടാകാനുള്ളത്. അങ്ങനെയുള്ളവർക്ക് കുടൽ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുക. അതുപോലെ HNPCC ലിഞ്ച് സിൻഡ്രോം എന്ന് പറയുകയാണ് ജനിതകമായി ഉള്ള ക്യാൻസറുകളിൽ ഏറ്റവും കൂടുതൽ പ്രബലമായിട്ടുള്ളത്. അതില് ഒരു പ്രത്യേക മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ കുടലുകൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ടി വരാം. കാരണം അവർക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. കുടൽ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി മരുന്ന് ആസ്പിരിൻ നമ്മൾ കഴിക്കുന്നതിൽ റെക്കമെൻഡഡ് ആയിട്ടുണ്ട്. അതായത് പല പഠനങ്ങളിലും ലിഞ്ച് സിൻഡ്രോം ഉള്ളവർക്ക് ആസ്പിരിൻ ഗുളിക, അതായത് നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരാൻ തടയുന്ന ഗുളികയാണ്, പക്ഷെ ആ ഡോസിനെക്കാട്ടും ഒരു 600 മില്ലിഗ്രാം, സാധാരണ 75 മില്ലിഗ്രാം ആണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ തടയാൻ വേണ്ടി കഴിക്കുന്നത്.
എന്നാൽ 600 മില്ലിഗ്രാം ഒക്കെ ഉള്ള ഡോസ് കൊടുക്കുന്ന ആസ്പിരിൻ കൊടുത്താൽ കുടലിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് കോസസ്, എന്തൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ് കോസിങ് കോളൻ ക്യാൻസർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ കോളൻ ക്യാൻസർ ആണ് അല്ലെങ്കിൽ കുടലിലെ ഒരു ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നാനായിട്ടുള്ള സിംറ്റംസ് എങ്ങനെയാണ് നമ്മുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നത്? സാധാരണ രീതിയിൽ കുടലിന്റെ ക്യാൻസർ വരുന്നത് അത് ഇടതുവശത്താണോ വലതുവശത്താണോ അസുഖം എന്നുള്ളതനുസരിച്ചിരിക്കും ഏറ്റവും അതിന്റെ സിംറ്റംസ് വരുന്നത്. ഇടതുവശത്തെയുള്ള ക്യാൻസറുകളാണ് സാധാരണ മലബന്ധം അല്ലെങ്കിൽ മലം പോകാനുള്ള തടസ്സം, മലത്തിൽ രക്തം കാണുക എന്നുള്ള രീതിയിലാണ് സാധാരണ കാണുന്നത്. എന്നാൽ വലതുവശത്തുണ്ടാകുന്ന ക്യാൻസറുകളാണ് കൂടുതലും ഉള്ളത്. അവയിൽ കാണുന്ന ഒരു സിംറ്റവും ചിലപ്പോൾ കാണണമെന്നില്ല. ക്ഷീണം അല്ലെങ്കിൽ രക്തക്കുറവിന് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഒരു പ്രായമുള്ള വ്യക്തിയിൽ രക്തക്കുറവ് കാണുമ്പോൾ നമ്മൾ കുടലിലെ ക്യാൻസർ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്, അത് ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ ഇതിങ്ങനെ ചിലപ്പോൾ നമുക്ക് മലബന്ധമായിട്ടായിരിക്കും പല രോഗികളും പ്രസന്റ് ചെയ്യുന്നത്. അതുപോലെ പൈൽസ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് വർഷങ്ങളോളം ചികിത്സിക്കാതെയോ പരിശോധിക്കാതെയോ നോക്കി കഴിയും. അത് ചിലപ്പോൾ മലദ്വാരത്തിലെയോ അല്ലെങ്കിൽ വൻകുടലിന്റെ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മലത്തിൽ രക്തം പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു കൺസൾട്ടന്റിനെ കാണുകയും ഒരു ഡോക്ടർ മലദ്വാരമെങ്കിലും പരിശോധിച്ച് നോക്കുകയും അല്ലെങ്കിൽ കൊളനോസ്കോപ്പി തന്നെ ചെയ്ത് നോക്കുകയും ചെയ്യുന്നത് അഭികാമ്യമാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മുടെ വിട്ടുമാറാത്ത മലബന്ധം, തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന മലബന്ധം, അല്ലെങ്കിൽ മലത്തിൽ കൂടെ രക്തം കാണുന്നത്, അല്ലെങ്കിൽ പൈൽസ് എന്ന് പറഞ്ഞ് വിട്ടുമാറാതെ പൈൽസിന് വേണ്ടി ചികിത്സിക്കുകയോ അല്ലാതെ ഇരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അനീമിയ, രക്തക്കുറവ്, ഇതിനെല്ലാം നമുക്ക് ഇത് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ളവര് കൂടുതലും എനിക്ക് തോന്നുന്നു സർജൻസിന്റെ അടുത്തായിരിക്കും ചിലപ്പോൾ പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന്റെ അടുത്ത് രക്തക്കുറവ് കാരണം ഫിസിഷ്യന്റെ അടുത്ത് സാധാരണ ഒരു GP സെറ്റിംഗിൽ പ്രസന്റ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. പക്ഷെ അങ്ങനെയുള്ളവർക്ക് നമുക്ക് സംശയം തോന്നിയാൽ ഫർദർ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ വേണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. മലത്തിൽ രക്തത്തിന് അംശം ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും. അങ്ങനെ നോക്കുന്നതിലൂടെ നമുക്ക് അതിനകത്ത് രക്തം മലത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ കൊളനോസ്കോപ്പി ഒക്കെ ചെയ്ത് നോക്കേണ്ടതാണ്. ഒരു കോളൻ ക്യാൻസർ സംശയമുള്ള ഒരു രോഗിക്ക് മലത്തിലുള്ള ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന രക്തം റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റുകളുടെ കൂട്ടത്തിൽ മലത്തിൽ രക്തം ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ അതിന്റെ തുടർ ചികിത്സ, തുടർ പരിശോധന എന്നുള്ള രീതിയിൽ കൊളോണോസ്കോപ്പി എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. കൊളോണോസ്കോപ്പിയിൽ നമ്മളൊരു തടിപ്പ് കാണുകയാണെങ്കിൽ അതിൽ നിന്ന് ബയോപ്സി എടുത്ത് അതിന് അസുഖമാണോ എന്നുള്ളത് സ്ഥിരീകരിക്കുകയും പിന്നീട് അതിന്റെ സ്റ്റേജിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു CT സ്കാനോ PET സ്കാനോ ആണ് സാധാരണ ചെയ്ത് നോക്കുന്നത്, അല്ലേ? അപ്പൊ ഇനി നമ്മൾ ചികിത്സ, ഇനി കുടലിലെ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു, അപ്പൊ ഇനി മുന്നോട്ട് നമ്മൾ എങ്ങനെയാണ് ചികിത്സയുടെ, എനിക്ക് തോന്നുന്നു ഒരു കുടൽ ക്യാൻസറിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് പാർട്ട് എന്ന് വെച്ചാൽ അതൊരു ആദ്യം നമ്മൾ നോക്കുന്ന അസുഖം പടർന്നിട്ടുള്ള രീതിയാണോ അതല്ല അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അസുഖമാണോ എന്നുള്ള. ഇപ്പൊ ഒരു നോൺ മെറ്റസ്റ്റേറ്റിക് പടർന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കുടലിലെ ക്യാൻസർ ആണെങ്കിൽ സർജൻ ആണ് ഏറ്റവും വലിയൊരു റോളെന്ന് തോന്നുന്നു. അപ്പം സർജിക്കൽ ഓങ്കോളജി എന്നതിലേക്ക് അഖിലിന് എന്താണ് സർജിക്കൽ അതിലുള്ള നമ്മുടെ ഇപ്പോഴത്തെ കുറെ അഡ്വാൻസ്മെന്റ്സും എല്ലാം ഉണ്ടാവുമായിരിക്കുമല്ലോ. സർജറിയിൽ നമ്മൾ നോക്കുമ്പോൾ കുടൽ ക്യാൻസറിനെ രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒന്ന് മലദ്വാരത്തിന്റെ ക്യാൻസർ, അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടുള്ള വൻകുടലിന്റെ ക്യാൻസർ. അപ്പോൾ മലദ്വാരത്തിന്റെ ഉള്ള ക്യാൻസറിൽ സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി, ഇതിൽ മൂന്നിനും നമുക്ക് റോളുണ്ട്. അത് അഡ്വാൻസ് ഡിസീസിന് ഇത് മൂന്നും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. എന്നാൽ വൻകുടലിന്റെ ക്യാൻസർ, അതായത് മലദ്വാരത്തിന് മുകളിലായിട്ടുള്ള വൻകുടലിന്റെ ക്യാൻസർ ആണെങ്കിൽ സർജറിയും കീമോതെറാപ്പിയും ആവശ്യാനുസരണമാണ്. ഏറ്റവും പ്രധാനമായിട്ട് സർജറിയാണ് നമുക്ക് വേണ്ടത്. സർജറിക്ക് നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് കീഹോൾ സർജറിയാണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും. അത് അല്ലാതെ ഓപ്പൺ സർജറിയും അവൈലബിൾ ആയിട്ടുണ്ട്. കീഹോൾ സർജറി പലരും ചോദിക്കുന്നത് അല്ലെങ്കിൽ പലർക്കും ആശങ്കയുള്ളത് കീഹോൾ സർജറി ക്യാൻസറിന് സേഫ് ആണോ എന്നാണ്. എന്നാൽ വർഷങ്ങളായിട്ടുള്ള പഠനങ്ങൾ തെളിഞ്ഞിരിക്കുന്നതാണ് കീഹോൾ സർജറി തുറന്നുള്ള ഓപ്പറേഷൻ, വയറ് മുഴുവൻ തുറന്നുള്ള ഓപ്പറേഷന് ഈക്വലന്റ് ആയിട്ടുള്ള റിസൾട്ടാണ് തരുന്നത്. ക്യാൻസർ വീണ്ടും വരാതിരിക്കാനും അല്ലെങ്കിൽ ക്യാൻസറിൽ നിന്ന് മുക്തി നേടാനും കീഹോൾ സർജറി ഓപ്പൺ സർജറിയും ഈക്വലി ഗുഡ് ആണ്. പക്ഷേ ചെയ്യുന്ന സർജന്റെ ക്വാളിറ്റിയും അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് കൂടാതെ നമുക്കിപ്പോൾ റോബോട്ടിക് സർജറി അവൈലബിൾ ആണ്. റോബോട്ടിക് സർജറി വെച്ച് വളരെ ചെറിയ മുറിവുകൾ കൊണ്ട് ഓപ്പൺ സർജറിയുടെ ഇക്വലന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ക്ലിയറൻസും അല്ലെങ്കിൽ അത് കാരണമുള്ള ടോക്സിസിറ്റി കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഇത് കൂടാതെ വയറിനകത്ത് പടർന്നിട്ടുള്ള, അതായത് വയറിനകത്തെ പാടയ്ക്ക് മാത്രം പടർന്നിട്ടുള്ള കുടലിന്റെ ക്യാൻസർ, അതായത് പെരിറ്റോണിയൽ ഡിസീസ് ഉള്ള കുടലിന്റെ ക്യാൻസറിന് നമുക്ക് ഹൈപെക് എന്ന് പറഞ്ഞൊരു കീമോതെറാപ്പി ടെക്നീക്കും കൂടി ഉപയോഗിക്കാം. അതായത് ചൂടാക്കി കീമോതെറാപ്പി ഡ്രഗ് ഡയറക്റ്റ് വയറിനകത്തോട്ട് കൊടുക്കുകയും അത് സഞ്ചരിക്കുകയും ചെയ്യുന്നതിലൂടെ വയറിനകത്തുള്ള ക്യാൻസർ വയറിനകത്ത് പടർന്നിട്ടുണ്ടെങ്കിൽ പോലും, അതായത് ഒരു സ്റ്റേജ് 4 വരികയാണെങ്കിൽ പോലും അതിനെ പോലും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഇന്നിപ്പോൾ നമുക്ക് സാധിക്കുന്നതാണ്. മാഡം, അത് കഴിഞ്ഞിട്ട് കീമോതെറാപ്പി എപ്പോൾ കൊടുക്കണമെന്നാണ് മാഡത്തിന്റെ അഭിപ്രായം?
എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതുപോലെ കുടലിലെ ക്യാൻസർ എന്ന് വെച്ചാൽ മലദ്വാരത്തിന്റെ മുകളിലോട്ടുള്ള വൻകുടലിലെ ക്യാൻസർ ആണെങ്കിൽ സർജറിയാണ് അതിന്റെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്പ്രെഡ് ചെയ്തിട്ടില്ല, 4ാമത്തെ സ്റ്റേജിലുള്ള ക്യാൻസർ അല്ല എങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ സർജറിക്ക് ശേഷം എന്ന് വെച്ചാൽ സർജറിക്ക് ശേഷമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള സ്റ്റേജ് പറയാൻ പറ്റുന്നത്. സ്റ്റേജ് ഇപ്പം ഒരു 3ാമത്തെ സ്റ്റേജ് കടലുകളിലേക്ക് പടർന്നിട്ടുള്ള ഒരു ക്യാൻസർ ആണ്, എന്നാൽ അത് 4ാമത്തെ സ്റ്റേജിലെ ക്യാൻസർ വേറെ വലിയ അവയവങ്ങളിലോട്ടൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു 3ാമത്തെ സ്റ്റേജിലെ ക്യാൻസർ എന്ന് പറയും. അങ്ങനെയുള്ള അസുഖങ്ങൾക്ക്, അങ്ങനെയുള്ള കുടലിലെ ക്യാൻസറുകൾക്ക് എന്താണെങ്കിലും നമുക്ക് കീമോതെറാപ്പിയുടെ ആവശ്യമുണ്ട്. 1ാമത്തെ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഇതിലെ ചുമരുകളിൽ തന്നെ കുറച്ച് മാത്രം പടർന്നിട്ടുള്ള, അത് അങ്ങനെയാണ് നമ്മൾ സ്റ്റേജിങ് പറയുന്നത്. അതിൽ ഏറ്റവും വളരെ ചെറിയ ക്യാൻസറുകളൊക്കെ ആണെങ്കിൽ സർജറി മാത്രം കൊണ്ട് തന്നെ നമുക്ക് ചികിത്സ കംപ്ലീറ്റ് ആവുന്നതാണ്. 2ാമത്തെ സ്റ്റേജിലെ ക്യാൻസറുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്, എന്നാൽ കടലുകളിലോട്ട് പോയിട്ടില്ല എന്നുള്ളൊരു കുടലിലെ ക്യാൻസർ ആണെങ്കിൽ അതിനെ നമുക്ക് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ കീമോതെറാപ്പി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മലദ്വാരത്തിലുള്ള ക്യാൻസർ ആണെങ്കിൽ ആദ്യം നമ്മൾ റേഡിയേഷൻ കൊടുത്തു, റേഡിയേഷൻ കഴിഞ്ഞ് സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ ടോട്ടൽ നീ അർജന്റ് എന്നുള്ള രീതിയാണ് റേഡിയേഷനും കീമോതെറാപ്പിയും കഴിഞ്ഞതിന് ശേഷം സർജറിയിലേക്ക് പോവുക. ഇപ്പൊ സർജറി അവോയ്ഡ് ചെയ്യാന്നുള്ള രീതിയിലുള്ളതും ഉണ്ട്, പക്ഷെ അതിന് കൂടുതൽ പഠനങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെയും കീമോതെറാപ്പിക്ക് ഒരു റോൾ ഉണ്ട്. അവിടെയും വളരെ ഏർലി സ്റ്റേജിലുള്ളതിനാണെങ്കിൽ കീമോതെറാപ്പി ആവശ്യമില്ലാത്ത രീതിയിൽ വരാം, നമുക്ക് സർജറി മാത്രം കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. റേഡിയേഷൻ ആവശ്യമുള്ള മലദ്വാരത്തിലുള്ള ക്യാൻസറുകൾക്ക് സാധാരണഗതിയിൽ കീമോതെറാപ്പിയും കൂടി കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. പിന്നെ കീമോതെറാപ്പിയുടെ റോള് വരുന്നത് 4ാമത്തെ സ്റ്റേജിലുള്ള കുടലിന്റെ ക്യാൻസറിലാണ്. 4ാമത്തെ സ്റ്റേജിലുള്ള കുടലിന്റെ ക്യാൻസർ എനിക്ക് തോന്നുന്നു നമ്മൾ മെഡിക്കൽ ഓങ്കോളജിസ്റ്റിനാണ് കൂടുതൽ റോൾ ഉണ്ട്. സർജിക്കൽ ഓങ്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സർജന്റെ റോള് 4ാമത്തെ സ്റ്റേജിലുള്ള കോളൻ ക്യാൻസറിൽ എവിടെയാണ് അഖിലേ വരുന്നത് കൂടുതലായിട്ട്? 4ാമത്തെ സ്റ്റേജിലുള്ള കുടൽ ക്യാൻസർ നമ്മൾ ട്രഡീഷണലി പറയുമ്പോൾ അത് ഇൻക്യൂറബിൾ ആയിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ, ഇന്നത്തെ നമ്മുടെ മെഡിക്കൽ ഓങ്കോളജി ശക്തമായതുകൊണ്ട് നമുക്ക് അതിൽ പല ക്യാൻസറുകളും, സ്റ്റേജ് 4 ക്യാൻസറും അതിൻ്റെ അളവ് കുറവാണെങ്കിൽ, അതായത് ഒലിഗോമെറ്റസ്റ്റാറ്റിക്, നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് മാത്രമാണെങ്കിൽ നമുക്ക് സർജറിയും കീമോതെറാപ്പിയും റേഡിയേഷൻ കൊണ്ട് അത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന കരളിലേക്ക് ബാധിച്ച ക്യാൻസറാണ്. അതായത് കുടലിൽ നിന്ന് വ്യാപിച്ച് കരളിലേക്ക് പോയ ക്യാൻസറിന് നമുക്ക് ഒന്നുകിൽ കരിച്ചു കളയാനോ അല്ലെങ്കിൽ സർജറി ചെയ്ത് ആ കരളിൽ വ്യാപിച്ച അസുഖം നീക്കം ചെയ്യാനോ സാധിക്കുന്നതാണ്. കരിച്ചു കളയാനായി നമുക്ക് റേഡിയേഷൻ തന്നെ ഉപയോഗിക്കാം. സ്റ്റീരിയോടാക്ടിക് റേഡിയോതെറാപ്പി നമ്മളവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് വെച്ച് ആ മുഴകൾ കരിച്ചു കളയാനോ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി, നമ്മൾ ഇലക്ട്രിക് ഷോക്ക് പോലുള്ള ഒരു തെറാപ്പി വെച്ച് കരിച്ചു കളയാനോ ചെയ്തിട്ട് കീമോതെറാപ്പി സർജറിയും കൂടെ ചെയ്താൽ അസുഖത്തിൽ നിന്ന് മുക്തി വരെ നേടാം, ക്യൂറബിൾ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് മാറാം. എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്ന അതുപോലെ ലങ്സിലുള്ള സ്പ്രെഡായ ക്യാൻസർ പോലും നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആണെങ്കിൽ ആ മുഴ നീക്കം ചെയ്യുന്നതിലൂടെ ക്യാൻസറിൽ നിന്ന് മുക്തി നേടാം. എന്നാൽ നമ്മുടെ രോഗികൾ പലരും വരുന്നത് അതിനെക്കാട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ്. അപ്പോൾ പണ്ട് മരണം മാത്രമേ ഉള്ളായിരുന്നു അവർക്ക് ഓപ്ഷൻ. ഇന്ന് നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് മാഡം? അതെ അതെ, എന്ന് വെച്ചാൽ ഇപ്പൊ അഖിൽ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് ഒരു 4ാമത്തെ സ്റ്റേജിലെ ക്യാൻസറിൽ ഇപ്പോഴും നമുക്ക് ചികിത്സ ഇല്ല എന്ന് പറയുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പൊ നമുക്ക് ഫലപ്രദമായ ചികിത്സാ രീതികൾ കൊണ്ട് നോർമൽ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ നോർമലായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ടാർഗറ്റഡ് തെറാപ്പിയാണ്. ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കൺവെൻഷണൽ സാധാരണ പണ്ട് മുതൽ പറഞ്ഞു കേൾക്കുന്ന കീമോതെറാപ്പി അല്ലാതെ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റിസെപ്റ്ററിനെ എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ടാർഗറ്റ് ചെയ്ത ഒരു റിസെപ്റ്ററിലേക്ക് വെക്കുന്നവരെ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ടോക്സിസിറ്റിയും അതുപോലെ തന്നെ ഫലവും, ടോക്സിസിറ്റി കുറയ്ക്കുക അതുപോലെ തന്നെ ഫലം കൂട്ടാനും പറ്റുന്ന കുറേ അധികം ടാർഗറ്റഡ് തെറാപ്പി നമ്മുടെ കോളൻ ക്യാൻസറിൽ ഇപ്പോഴുണ്ട്. അതിൽ കൂടുതലായിട്ട് വരുന്ന നമ്മുടെ EGFR മ്യൂട്ടേഷൻ എന്നൊക്കെ ചില ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ, അതുപോലെ തന്നെ ഇടതുവശത്തെ ക്യാൻസർ ആണോ വലതുവശത്തെ ക്യാൻസർ ആണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ടാർഗറ്റഡ് തെറാപ്പി ചേർക്കുക. ഇതെല്ലാം കീമോതെറാപ്പിയുടെ കൂടത്തിൽ ഇങ്ങനെയുള്ള ഏജൻറ്റ്സ് കൂടെ ചേർക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആൾക്കാരുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, 4ാമത്തെ ഒരു സ്റ്റേജ് ക്യാൻസർ ഉള്ള ഒരു രോഗിയുടെയും ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ സർവൈവൽ, അവരുടെ ജീവിച്ചിരിക്കുന്ന ഒരു ഒരു ദൈർഘ്യം കൂട്ടാനും നമുക്ക് മരുന്നുകളുടെ അഡ്വാൻസ്മെന്റ് കൊണ്ട് പറ്റിയിട്ടുണ്ട്. അത് പിന്നെ ബാക്കി നമ്മൾ സബ്സിക്വന്റ് ലൈൻസിൽ ആദ്യത്തെ ലൈനിൽ പ്രോഗ്രസ് ചെയ്യുവാണെങ്കിൽ പിന്നെ അടുത്ത ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്, പിന്നെ അടുത്തതായിട്ടുള്ള ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ നോക്കി അതിനനുസരിച്ച് മരുന്നുകൾ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ പിന്നെ അഖിൽ പറഞ്ഞ പോലെ നമ്മുടെ 1-2
മാത്രം പടർന്നിട്ടില്ല, 1-2 അവയവങ്ങളിലേക്ക് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഒരു 5 കുറവ് മെറ്റസ്റ്റേസിസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന് ഒലിഗോ മെറ്റസ്റ്റേറ്റിക് ഡിസീസ് എന്ന് പറയും. അങ്ങനെയുള്ളവരെയും പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ വളരെയധികം വ്യാപിച്ചിട്ടുള്ളവർക്ക് പറഞ്ഞതാണ് ഇങ്ങനത്തെ കാര്യങ്ങളും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൺവേർഷൻ തെറാപ്പി എന്നൊക്കെ പറയും. നമ്മൾ കുറച്ച് മരുന്നുകൾ കൊടുത്തു നോക്കും, റെസ്പോണ്ട് ചെയ്യുവാണ്, അവർ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്ത് ചുരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ നമ്മൾ ക്യൂർ എന്നുള്ള രീതിയിലേക്ക് ചികിത്സിക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും കോളൻ ക്യാൻസർ ഉള്ളവർക്ക് നമുക്ക് വളരെയധികം ലൈഫ് സർവൈവലും കൂട്ടാൻ പറ്റുന്ന അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫും നമുക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റാറുണ്ട് ഇതെല്ലാം വെച്ചിട്ട്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രീറ്റ്മെന്റിൽ വന്നിട്ടുള്ള അഡ്വാൻസ്മെന്റ് കൊണ്ട് നമുക്കിപ്പം ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്തതാണ് കോളൻ ക്യാൻസർ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നതല്ല. നമുക്ക് അവരുടെ ലൈഫ് അവരെ നമുക്ക് ഹാപ്പി ആയിട്ട് കുറെ നാൾ കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒബ്സ്ട്രക്ഷൻ ഈ 4ാമത്തെ സ്റ്റേജിലുള്ളത് അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെങ്കിൽ പോലും നമുക്ക് അവരിൽ സർജറി തടസ്സം വരുവാണെങ്കിൽ നമുക്ക് സർജറിക്കൽ ഒരു ഓപ്ഷൻ ആണ് നമ്മൾ കൊടുക്കാറെന്ന് തോന്നുന്നു. തടസ്സം വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ സ്റ്റോമ ബാഗ് വെച്ച് നമുക്ക് ഡൈവേർട്ട് ചെയ്യാം, ഒരു ബൈപ്പാസ് പോലെ മലം പോകാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ സ്റ്റെൻഡിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് മലദ്വാരത്തിലുള്ള ക്യാൻസർ ഒക്കെ നമുക്ക് സ്റ്റെൻഡ് ഇട്ട് ആ തടസ്സം നമുക്ക് വികസിപ്പിച്ച് ബുദ്ധിമുട്ടുകൾ മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ പാലിയേറ്റീവ് ആയിട്ടുള്ള സർജിക്കൽ ടെക്നിക്സ് ആണ്. അപ്പോൾ ഇതിലെല്ലാം ലക്ഷണങ്ങൾ ആദ്യം കണ്ടെത്തുക എന്നുള്ളതല്ലേ അല്ലേ? നേരത്തെ കണ്ടുപിടിക്കുക. അത് തന്നെ നമ്മളിപ്പം നമ്മൾ പറയുന്ന പോലെ മുള്ളു കൊണ്ട് എടുക്കാവുന്നത് നമ്മൾ വെച്ച് തൂമ്പ കൊണ്ട് എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കാതെ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻസ്, മലബന്ധം കണ്ടിന്യൂസ് മാറാതെ നിൽക്കുന്ന മലബന്ധം, അല്ലെങ്കിൽ മലത്തിൽ രക്തം കാണുന്നു, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, വെയിറ്റ് കുറയുന്നു, അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അധികം താമസം ഇല്ലാതെ തന്നെ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതും തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.